സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ ഒരു കാലഘട്ടത്തിൽ കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്ന മഹാവ്യക്തിത്വമായിരുന്നു. കേരള രാഷ്ട്രീയത്തിൽ മാത്രമല്ല, മുസ്ലിം ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഏറ്റവും പ്രധാനമായിരുന്നു. ആ കാലഘട്ടത്തിൽ 1947 ഇന്ത്യ വിഭജിതമായപ്പോൾ കുറേ മുസ്ലിം സുഹൃത്തുക്കൾ പാകിസ്ഥാനിലേക്ക് ചേക്കേറുകയുണ്ടായി. പക്ഷേ ഖാലിദെ മില്ലത്തിനെ പോലുള്ള മുസ്ലിം ലീഗ് നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് രൂപീകരിക്കപ്പെട്ടപ്പോൾ മറ്റാരുടെയും പുറകിലല്ലാതെ നേതൃനിരയിൽ തന്നെ സ്ഥാനമുറപ്പിച്ച മഹാരഥന്മാരിൽ ഒരാളായിരുന്നു ബാഫഖി തങ്ങൾ. അവിടെ നിന്നോട്ടുള്ള കേരള രാഷ്ട്രീയ ചരിത്രം ബാഫഖി തങ്ങളുടെ ജീവചരിത്രത്തിൻ്റെ ഭാഗമായി മാറുകയായിരുന്നു. 1957 കേരളം രൂപീകരിക്കപ്പെട്ടപ്പോൾ മുസ്ലിം ലീഗ് ഒരു മുന്നണിയിൽ ഉൾപ്പെട്ടിരുന്നില്ല. പക്ഷേ വിമോചന സമരത്തിന് ശേഷം കോൺഗ്രസ് ലീഗ് PSD മുന്നണി അധികാരമേറ്റപ്പോൾ മുസ്ലിം ലീഗിന് മന്ത്രിസ്ഥാനം ലഭിച്ചില്ല. ബാഫഖി തങ്ങളിന് ആ കാര്യത്തിൽ വലിയ വിഷമമുണ്ടായിരുന്നു. CH മുഹമ്മദ് കോയയ്ക്ക് പോലും CD തങ്ങളുടെ മരണത്തിന് ശേഷം സ്പീക്കറാകാൻ മുസ്ലിം ലീഗിൽ നിന്നും രാജിവെക്കേണ്ട സ്ഥിതിയുണ്ടായി. പക്ഷേ 1965 പുതിയൊരു രാഷ്ട്രീയ സാഹചര്യമുണ്ടായി. കമ്മ്യൂണിസ്റ്റ് പാർട്ടി രണ്ടായിട്ട് CPI, CPIM ഉണ്ടായി. CPIMന് മലബാറിൽ വേരുകളുണ്ടായിരുന്നു. പക്ഷേ ഒറ്റയ്ക്ക് ജയിക്കാൻ കഴിയുമോ എന്ന സംശയവും ബാക്കിയായി. അവിടെയാണ് ആദ്യ മുഖ്യമന്ത്രിയായിട്ടുള്ള EMS നമ്പൂതിരിപ്പാട് കൊയിലാണ്ടിയിലുള്ള ബാഫഖി തങ്ങളുടെ വീട് സന്ദർശിക്കുന്നത്. രാഷ്ട്രീയ കേരളം അന്നും ഇന്നും ഏറ്റവും കൗതുകത്തോടെ കണ്ട ഒരു സന്ദർശനമായിരുന്നു. EMS ബാഫഖി തങ്ങൾ കൂടിക്കാഴ്ച വലിയ രാഷ്ട്രീയ മാറ്റത്തിന് വഴിവെച്ചു. മുസ്ലിം ലീഗും പുതിയതായി രൂപീകരിക്കപ്പെട്ട CPM തമ്മിൽ സീറ്റ് ധാരണയുണ്ടായി. CPM ഏറ്റവും വലിയ രാഷ്ട്രീയ കക്ഷിയായി. പക്ഷേ നിയമസഭ ചേരാൻ സാധിച്ചില്ല. ആർക്കും ഭൂരിപക്ഷം ഉണ്ടായില്ല. പക്ഷേ 67 മുസ്ലിം ലീഗും CPM-ഉം CPI-യും സോഷ്യലിസ്റ്റ് കക്ഷികളും ചേർന്നുകൊണ്ട് ഒരു വലിയ മുന്നണി കേരളത്തിൽ ഉടലെടുത്തു. ആ മുന്നണിയാണ് കേരളത്തിലെ ഭൂപരിഷ്കരണത്തിൻ്റെ പൂർത്തിയാകാത്ത ഭാഗങ്ങൾ പൂർത്തീകരിച്ചത്. ഇന്നത്തെ കേരളത്തിൽ അടിത്തറയിടുന്നതിൽ ആ മുന്നണി ഭരണം വലിയ പങ്ക് വഹിച്ചു. ഭൂപരിഷ്കരണം മാത്രമല്ല, മലപ്പുറം ജില്ലയുടെ രൂപീകരണം, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ രൂപീകരണം തുടങ്ങിയിട്ടുള്ള കേരളത്തിനും മലബാറിനും സുപ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ ആ മുന്നണി മുന്നോട്ട് കൊണ്ടുപോയി. പക്ഷേ ആ മുന്നണി തകർന്നു. വീണ്ടും മുസ്ലിം ലീഗും CPM-ഉം തമ്മിൽ ഇടഞ്ഞു. അവിടെയും ബാഫഖി തങ്ങളുണ്ടായിരുന്നു അമരക്കാരനായി. CPM ഇല്ലാത്ത ഒരു ഗവൺമെൻറ് അച്യുതമേനോൻ്റെ നേതൃത്വത്തിൽ രൂപീകരിക്കുന്നതിലും ബാഫഖി തങ്ങൾ നിർണായകമായ പങ്ക് വഹിച്ചിരുന്നു. പക്ഷേ 73 അദ്ദേഹം മക്കയിൽ വെച്ച് നിര്യാതനായി. അദ്ദേഹം സജീവമായിരുന്ന കാലത്തെല്ലാം കേരള രാഷ്ട്രീയം ബാഫഖി തങ്ങളുടെ വാക്കുകൾക്ക് കാതോർക്കുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ, ആഹ്വാനങ്ങൾ മുസ്ലിം ജനതയുടെ, പ്രത്യേകിച്ച് മലബാറിലെ മുസ്ലിം ജനതയുടെ അവസാന വാക്കായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അത്രയ്ക്കും ആജ്ഞാശക്തിയും ജനസ്വാധീനവും ഉണ്ടായിരുന്ന രാഷ്ട്രീയ നേതാക്കൾ കേരളത്തിൽ വിരളമായി. എന്നാൽ ന്യൂനപക്ഷ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതോടൊപ്പം തന്നെ ഇന്ത്യയുടെയും കേരളത്തിൻ്റെയും മതേതരത്വം കാത്തു സൂക്ഷിക്കുന്നതിൽ ബാഫഖി തങ്ങളുടെയും മുസ്ലിം ലീഗിൻ്റെയും പാരമ്പര്യം അതിമഹത്തായതാണ്. ഇന്ന് ബാഫഖി തങ്ങളുടെ ഓർമ്മ നാം പുതുക്കുമ്പോൾ ഇന്ത്യ വളരെ ഗുരുതരമായ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് ചെന്നെത്തിയിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ മതേതരത്വം കടുത്ത വെല്ലുവിളികൾ നേരിടുമ്പോൾ ബാഫഖി തങ്ങളെ പോലുള്ള മഹാന്മാരായ ന്യൂനപക്ഷ സംരക്ഷണ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്തവരും ഒപ്പം മതേതര ഇന്ത്യയുടെ കാവൽക്കാരുമായിരുന്ന നേതാക്കന്മാരുടെ സ്മരണ നമുക്ക് ശക്തി പകരും.
അഫക്കി തങ്ങളുടെ ഓർമ്മയ്ക്ക് മുമ്പിൽ ഞാൻ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു.